നമസ്കാരം. +2 ഫിസിക്സ് രണ്ടാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷനാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് സാധാരണയായിട്ട് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സ്ഥിരം പബ്ലിക് എക്സാമിനേഷൻസിന് ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ഈ ഒരു സെഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. കഴിഞ്ഞ വീഡിയോസ് കണ്ടവർ അത് റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്താണ് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നുള്ളതാണ് പറയുന്നത്. ഇക്യു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈക്വൽ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. അതിൻ്റെ മീനിങ് തന്നെ ഈക്വൽ എന്നുള്ളതാണ്. ഇക്യു മീൻസ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ ഈക്വലായിട്ടുള്ള പൊട്ടൻഷ്യലുകളുള്ള സ്ഥലങ്ങൾ, അതാണ് ഇക്വിപൊട്ടൻഷ്യൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈക്വലായിട്ട് പൊട്ടൻഷ്യലുകളുള്ള ചില ഇമാജിനറി സർഫസസ് നമുക്കെങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരുപാട് ഇക്വേഷൻസും അതിൻ്റെ ചില കൺസെപ്റ്റുകളും കൂടുതലും ഇമാജിനറി കൺസെപ്റ്റുകളാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ മാത്തമാറ്റിക്കലായിട്ടുള്ള ഡെറിവേഷൻസും ആപ്ലിക്കേഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളിൽ തുല്യമായിട്ടുള്ള പൊട്ടൻഷ്യലുകളുള്ള പോയിൻ്റുകൾ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റുകൾ വച്ചുകൊണ്ട് എങ്ങനെ ഒരു ഇമാജിനറി സർഫസ് നമുക്ക് വരച്ചെടുക്കാം, അതാണ് ശരിക്കും ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തുല്യമായിട്ടുള്ള പൊട്ടൻഷ്യലുകളുള്ള സ്ഥലം അല്ലെങ്കിൽ ആ ഒരു സർഫസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഒരു പോയിൻ്റ് ചാർജ് മൂലമുണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമുക്കറിയണം. വാട്ട് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്? നമുക്കറിയാം V = 1/4πε0 ഇൻറ്റു Q/r. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. അപ്പോൾ ഇതിൽ നിന്ന് V proportional to 1/r, which means that at a smaller distances the potential will be very high and at a greater distances the potential will be smaller. Suppose ഇതൊരു പോയിൻ്റ് ചാർജാണ്. ഞാനൊരു പ്ലസ് ചാർജ് എടുക്കുന്നു പോയിൻ്റ് ചാർജായിട്ട്. ലെറ്റ് ഇറ്റ് ബി Q എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് ചാർജ് എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ റിലേഷൻ വെച്ചുകൊണ്ട് Q എന്ന് പറഞ്ഞ പോയിൻ്റ് ചാർജിൻ്റെ സപ്പോസ് 1 സെൻറ്റിമീറ്റർ അകലെ പൊട്ടൻഷ്യൽ ഞാൻ കണ്ടെത്തുകയാണ്. ഇതെങ്ങനെ വരച്ച് ഞാനിപ്പോൾ സപ്പോസ് ഇത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുക. ഈ 1 സെൻറ്റിമീറ്റർ അകലെയുള്ള പോയിൻ്റിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കൃത്യമായി ഉണ്ടാകും, അതിനൊരു വാല്യൂ ഉണ്ടാകും. ലെറ്റ് ഇറ്റ് ബി 5 വോൾട്ട്. അതേപോലെ 1 സെൻറ്റിമീറ്റർ അകലെ മുകളിലേക്ക് മറ്റൊരു പോയിൻ്റ് ഞാൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു പോയിൻ്റ്, ഇതും 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതുപോലെ താഴേക്കും 1 സെൻറ്റിമീറ്റർ ഞാൻ വരയ്ക്കുന്നു. ഇതും 1 സെൻറ്റിമീറ്റർ എന്ന് കൺസ്ട്രക്റ്റ് ചെയ്യാം. അതേപോലെ ഈ സൈഡിലേക്കും 1 സെൻറ്റിമീറ്റർ വെച്ചുകൊണ്ട് ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുന്നു. അങ്ങനെ ഇതിന് ചുറ്റും ഒരുപാട് 1 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള പോയിൻ്റുകൾ ഏത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ പോയിൻ്റുകളിലെല്ലാം സെയിം ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇത് 5 വോൾട്ട് ആണെങ്കിൽ ഇവിടെയും 5 വോൾട്ട്, ഇവിടെയും 5 വോൾട്ട്, ഇവിടെ 5 വോൾട്ട്, അങ്ങനെ ഏത് പോയിൻ്റുകൾ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ എടുത്തു കഴിഞ്ഞാലും ആ ഒരു പൊട്ടൻഷ്യലുകളുള്ള പോയിൻ്റ് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഞാനൊരു സ്ഫിയർ കൺസ്ട്രക്റ്റ് ചെയ്യും. ഇതിപ്പോൾ ഇതിലെ ബോർഡിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു സർക്കിൾ പോലെ കാണും. പക്ഷേ 3 ഡയമെൻഷനലായിട്ട് നമ്മൾ ആലോചിക്കുക, ഇതൊരു സ്ഫെറിക്കൽ ഷേപ്പായിരിക്കും. ഇതിപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണ്. എനിക്ക് 1 സെൻറ്റിമീറ്ററിന് ഉള്ളിലും വരയ്ക്കാം. 0.5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇതേ കണക്ക് ഇവിടെ ഒരു 0.5 സെൻറ്റിമീറ്ററിൽ എത്രയാണോ പൊട്ടൻഷ്യൽ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകും. അങ്ങനെ ഏത് 0.5 സെൻറ്റിമീറ്റർ അകലെ എടുത്തു കഴിഞ്ഞാലും ആ പൊട്ടൻഷ്യലുകളെല്ലാം സെയിം ആയിരിക്കും. അത് വെച്ചുകൊണ്ട് മറ്റൊരു സ്ഫിയർ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഇത് 5 വോൾട്ട് ആണെങ്കിൽ, ഇത് നേരത്തെ ഞാൻ 5 വോൾട്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഡിസ്റ്റൻസ് കൂടിയപ്പോൾ 5 വോൾട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിസ്റ്റൻസ് കുറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ആയിരിക്കും. സപ്പോസ് ഇത് 10 വോൾട്ട് ആണെന്നിരിക്കട്ടെ, ഇവിടെ 10 വോൾട്ട്.
അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1 എന്നെടുക്കാം, V1. ആൻഡ് അറ്റ് ദിസ് പോയിൻ്റ് ദി പൊട്ടൻഷ്യൽ വിൽ ബി V2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്റ്റൻസ് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ കൂടുന്നു, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുന്തോറും പൊട്ടൻഷ്യൽ കുറയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് കൂടി ഇവിടെ എത്തുന്നു, അപ്പോൾ പൊട്ടൻഷ്യൽ കുറയുന്നു. അപ്പോൾ ശരിക്കും ഇത് 10 വോൾട്ട് ആണെങ്കിൽ ഇത് 5 വോൾട്ട്. അപ്പോൾ അതായത് ഈ 5 വോൾട്ടുള്ള പോയിൻറ്റുകളിലെല്ലാം സെയിം പൊട്ടൻഷ്യൽ, മീൻസ് ഇതെല്ലാം 5 വോൾട്ടാണ്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 വോൾട്ട് ആയിരിക്കും. ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ 5 വോൾട്ട്. ഇതിനകത്താണെങ്കിലോ 10 വോൾട്ട് അല്ലേ. ഈ ഇതിനകത്താണെങ്കിൽ ഇവിടെ എല്ലാം 10 വോൾട്ട്സ്, ഇതും 10 വോൾട്ട്, എല്ലാം 10 വോൾട്ട്. അപ്പോൾ അങ്ങനെയുള്ള എത്ര സർഫസ് വേണമെങ്കിലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇത് മാത്രമല്ല, ഇനിയും നമുക്ക് നിരവധി സർഫസുകൾ ഇതേ കണക്ക് സെയിം പൊട്ടൻഷ്യലുള്ള സർഫസുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഈ സർഫസുകളെയാണ് നമ്മൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപാടുണ്ട്. അതിലാദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നോക്കൂ, ഇത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്യും. നോക്കൂ, എല്ലാ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്യും. ഏതൊരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, അപ്പോൾ ഇതെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. അപ്പോൾ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നോക്ക്, ഈ ലൈൻ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രി മേക്ക് ചെയ്യും. ആ സർഫസിൻ്റെ ആ പ്ലെയിനിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദാറ്റ് സർഫസ്. അതായത് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, അങ്ങനെ ഇവിടെ, അങ്ങനെ ഇതെല്ലാ സ്ഥലങ്ങളിലും, ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും 90 ഡിഗ്രി ആയിട്ട് മാത്രമേ ഫീൽഡ് ലൈൻ പാസ് ചെയ്യത്തുള്ളൂ. മാത്രമല്ല കുറേ കഴിയുമ്പോൾ ഇങ്ങനെ എനിക്ക് ഒരുപാട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഇങ്ങനെ വരച്ച് കുറേ കഴിഞ്ഞ് ഒരു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് എത്തുമ്പോൾ ഇത് പാരലൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് വരും. നോക്കൂ, ഇത് പാരലായിട്ട് ഇങ്ങനെ മാറും. അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ദി സർഫസ് ബിക്കംസ് പാരൽ. അപ്പോൾ അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഏതാണ് ആ പ്രത്യേകത ഞാൻ പറഞ്ഞത്? യെസ്, ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ്, ടു ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ആദ്യത്തെ പോയിൻ്റ് ഇത് തന്നെ പഠിക്കാം. രണ്ടാമത്തെ പോയിൻ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ചാർജാണ്, പ്ലസ് ചാർജാണ്. ഇത് നമ്മുടെ സ്ഫെറിക്കലായിട്ടുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. അപ്പോൾ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്, നമുക്ക് ഇവിടെ 2 പോയിൻ്റുകൾ ഞാൻ എടുക്കുന്നു. ഒരു പോയിൻ്റ് ഇവിടെയും ഒരു പോയിൻ്റ് ഇവിടെ എടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെയും ഫീൽഡ് ലൈൻ പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ 2 പോയിൻ്റുകൾ എടുക്കുന്നു. ഒരു പോയിൻ്റ് ഇവിടെയും ഒരു പോയിൻ്റ് ഇവിടെയും എടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ എത്രയാണോ പൊട്ടൻഷ്യൽ ഉള്ളത് ആ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇവിടെയും, കാരണം സെയിം ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. സോ പൊട്ടൻഷ്യൽ ഈ 2 പോയിന്റിലും സെയിം ആണ്. അപ്പോൾ ഞാനൊരു ചാർജിനെ, സപ്പോസ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്നിരിക്കട്ടെ, അങ്ങനെയുള്ളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്യിച്ച് അതിനെ ഞാൻ ഇവിടെ എത്തിക്കുന്നു. ഈ പാത്തിലൂടെ മൂവ് ചെയ്യിച്ച് ഇവിടെ എത്തിക്കുന്നു. എങ്കിൽ വാട്ട് ഈസ് ദി വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്? അങ്ങനെ ഒരു ചോദ്യം സാധാരണ എൻട്രൻസ് എക്സാമിനേഷൻസിനും നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻസിനും എല്ലാം ഒൺവേഡായിട്ട് വരെ ചോദിക്കാം. വാട്ട് ഈസ് ദി വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ഓർ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, വർക്ക് എനർജി തിയറം അനുസരിച്ച് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ വാട്ട് ഈസ് ദി വർക്ക് ഡൺ ഇൻ ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ലെറ്റ് U1 be the potential energy at this point and U2 be the potential energy at this point. അങ്ങനെയാണെങ്കിൽ
ദി ഡിഫറൻസ് ഈസ് ആൾവേസ് മെഷേർഡ് ആസ് ദി വർക്ക് ഡൺ. അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, പക്ഷേ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. ലെറ്റ് ദി പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ബി V1. ഇപ്പോൾ സപ്പോസ് ഇത് V1 എന്നിരിക്കട്ടെ, ഇത് V2 എന്നിരിക്കട്ടെ, മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദിസ് പോയിന്റ്. സോ QV2. അപ്പോൾ QV1 മൈനസ് QV2. നമുക്കൊരു കാര്യം ചെയ്യാം, Q ഇഞ്ഞ് പുറത്തെടുക്കാം. സോ Q ഇൻറ്റു V1 മൈനസ് V2. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ കേസിൽ നമ്മൾ ആൾറെഡി പഠിച്ച ഒരു കാര്യമാണ്, ആ സർഫസിൻ്റെ ഏതൊരു പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ. സോ V1 ഈസ് ഈക്വൽ ടു V2. ദാറ്റ് ഈസ് ഈക്വൽ ടു V. രണ്ടും V തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് 5 ആണെങ്കിൽ ഇത് 5, 10 ആണെങ്കിൽ 10, അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കാം. സോ W ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇതിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? V1 V ആണ്, V2 V ആണ്. സോ V മൈനസ് V, യു വിൽ ഗെറ്റ് 0. ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക് ഇൻ ദ കേസ് ഓഫ് an equipotential surface. The work done in moving a charge from one point to another point in an equipotential surface is always 0. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സവിശേഷത നിങ്ങൾ പഠിച്ചു വയ്ക്കണം. W ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അത് ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇനി ഈ ഒരു കേസിൽ നിങ്ങൾ ഈ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇപ്പോൾ സെയിം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയതുകൊണ്ടാണ് വർക്ക് ഡൺ 0 ആയി മാറിയത്. ഒരു പക്ഷേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാൾ വർക്ക് ചെയ്ത് ആ ചാർജിനെ ഇവിടെ എത്തിച്ചുവെങ്കിൽ ഒരിക്കലും 0 അല്ല. കാരണം ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ അല്ല ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ദേ ആർ ഡിഫറൻറ്റ്. സോ ഈ കേസിൽ വർക്ക് 0 ആണ്, ഈ കേസിൽ 0 അല്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പാത്ത് നിങ്ങൾ നോക്കുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ എത്തിച്ചേർന്നു. ഓക്കെ, ഇതാണ് പാത്ത്. ഇങ്ങനെ വന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ തന്നെ എത്തിച്ചേർന്നു, പക്ഷേ വേറെ ചില സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോയത്. അപ്പോഴും എന്ത് തന്നെയാണ്, നമ്മളിതിൻ്റെ വർക്ക് ഡൺ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആണ്. അപ്പോൾ അത് മൈനസായി പോകുമ്പോൾ 0 ആയി മാറും. സോ ദി വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. സോ equipotential surface is a surface in which potential is same everywhere. It is an imaginary surface. ഇത് ഒരു പോയിന്റ് ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലൈൻ ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എത്രയാണെന്ന് നോക്കാം. അതേപോലെ ഒരു യൂണിഫോം ഫീൽഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഡൈവേർജിങ് ആയിട്ടുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഉണ്ട്, കൺവെർജിങ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ പ്രധാനമായും ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. ഈ ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ഒന്നും കൂടെ പറഞ്ഞു തരുന്നു, ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. ദേ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നമുക്കറിയാം. ഇപ്പോൾ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ, സപ്പോസ് ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്, ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. ഇത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു പോയാൽ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ പൊട്ടൻഷ്യൽ അല്ല ഇതിൻ്റെ പൊട്ടൻഷ്യൽ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ 2 ഡയറക്ഷൻസ് ഓഫ് ഇൻറ്റൻസിറ്റീസ് വരയ്ക്കാൻ പറ്റും. അതൊരിക്കലും പോസിബിൾ അല്ല. ഒരു സ്ഥലത്ത് ഒരു ഇൻറ്റൻസിറ്റി മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ. സിമിലർലി ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഒരു പൊട്ടൻഷ്യൽ, മറ്റൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് മറ്റൊരു പൊട്ടൻഷ്യൽ, രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. കാരണം അപ്പോൾ ഉണ്ടാകുന്ന ഒരു സർഫസിൽ ശരിക്കും 2 എണ്ണം വരും. അതൊരിക്കലും പോസിബിൾ അല്ല. സോ ദി തേർഡ് പോയിന്റ് ഈസ് ദേ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസിൻ്റെ വേരിയസ് ആയിട്ടുള്ള ഷേപ്സ് ഒന്ന് നോക്കാം. വ്യത്യസ്ത രീതിയിലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുണ്ട്. അവയുടെ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കണം. അത് വ്യത്യസ്തമായ രീതിയിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് അതിൻ്റെ ഷേപ്പുകൾ മാറുന്നത്. അതിൽ ഒന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു,
പോയിൻ്റ് ചാർജ് മൂലമുണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കുറച്ച് മുമ്പ് വരച്ചതാണ്. അതൊരു കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിരിക്കും. ഒരേ സെൻറ്ററുകളുള്ള സ്ഫിയറുകളാണ് എപ്പോഴും ഒരു പോയിൻ്റ് ചാർജ് മൂലമുണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇതെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലറായിട്ട് വരച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ അതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആവത്തുള്ളൂ. ശരിക്കും ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് നമ്മൾ എവിടെയെങ്കിലും ഒരു ചോദ്യം ഇത് ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻ പെർപെൻഡിക്കുലർ ആണോ എന്ന് നമ്മൾ നോക്കണം. അതൊരു പ്രധാന കാര്യമാണ്. ഫീൽഡ് ലൈൻ അവിടെ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. എങ്കിൽ മാത്രമേ അതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എപ്പോഴും കോൺസെൻട്രിക് സ്ഫിയേഴ്സ്. ഇതാണ് ഒരു പോയിൻ്റ് ചാർജ് മൂലമുണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി രണ്ടാമത്തെ നോക്കാം, ലയൻ ചാർജ് മൂലമുണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ലയൻ ചാർജൊക്കെ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണല്ലേ. ലയൻ ചാർജ് മൂലമുണ്ടാകുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എങ്ങനെ കണ്ടെത്താമെന്നൊക്കെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. നോക്കാം, ഒരു ലയൻ ചാർജ്, സപ്പോസ് ഇതൊരു ലയൻ ചാർജാണ്, പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് സങ്കല്പിക്കുക. ഈ ലയൻ ചാർജ് മൂലമുണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ പരിശോധിക്കാൻ പോകും. ശരിക്കും ഈ ഒരു സിംഗിൾ ചാർജ് നമ്മൾ എടുക്കുമ്പോൾ ഈ സിംഗിൾ ചാർജ് മൂലമുണ്ടാകുന്ന ആ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ നേരത്തെ പോയിൻ്റ് ചാർജ് വരച്ചതുപോലെ നോക്കൂ, ഇങ്ങനെ ഒരു സ്ഫെറിക്കലായിട്ടുള്ള ഒരു ഷേപ്പ് ലഭിക്കും. തൊട്ട് താഴത്തെ ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിനും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് സ്ഫെറിക്കലായിട്ടുള്ള ഒരു ഷേപ്പ് ലഭിക്കുന്നു. അതിന് താഴെ എടുത്തു കഴിഞ്ഞാലും സ്ഫെറിക്കലായിട്ടുള്ളത് ലഭിക്കും. അങ്ങനെ എല്ലാത്തിൻ്റെയും നമ്മൾ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സിലിണ്ടറിക്കൽ ഷേപ്പ്. ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതൊരു കോയാക്സിയൽ സിലിണ്ടറാണ്. ഇവിടെ ഒരുപാട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ചേർന്ന് നമുക്ക് ഒരുപാട് അടുത്തടുത്തുള്ള സ്ഫെറിക്കൽ സർഫസുകളെല്ലാം കൂടി ചേർന്നാണ് ഇങ്ങനെ ഉണ്ടായി മാറുന്നത്. ഇതിങ്ങനെ നമുക്ക് ഒരു കോയാക്സിയൽ സിലിണ്ടറായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയും ശരിക്കും ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്, ഫീൽഡ് ലൈൻ ശരിക്കും പെർപെൻഡിക്കുലറായിട്ട് തന്നെ വരയ്ക്കണം. നോക്കൂ, പെർപെൻഡിക്കുലറായിട്ടാണ് ഇതെല്ലാം വരച്ചിരിക്കുന്നത്. ഏതിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക ഫീൽഡ് ലൈൻ. എല്ലാത്തിലും അങ്ങനെ തന്നെ വരയ്ക്കാം. അപ്പോൾ ഇതെല്ലാം 3 ഡയമെൻഷനലായിട്ട് വരയ്ക്കുമ്പോൾ അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. 3 ഡയമെൻഷനലായിട്ട് നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഒരു സിലിണ്ടർ എടുത്ത് നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിൽ പെർപെൻഡിക്കുലറായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു കോയാക്സിയൽ സിലിണ്ടർ എന്ന് പറയാനുള്ള കാരണം, ഇതിപ്പോൾ 2 സെൻറ്റിമീറ്റർ അകലെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ വരച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ ഒന്ന് ആലോചിച്ച് നോക്കൂ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ കുറച്ചും കൂടെ ചെറിയ ഒരു സിലിണ്ടർ നമുക്ക് ലഭിക്കും. കണ്ടോ, എല്ലാ സ്ഥലങ്ങളിലും കുറച്ചുകൂടെ ചെറിയ സിലിണ്ടർ. അപ്പോൾ അത് വെച്ചുകൊണ്ട് മറ്റൊരു ചെറിയ സിലിണ്ടറാണ്. ഇതൊരു കൊയാക്സിയൽ സിലിണ്ടറാണ് എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ അതേ ആക്സിസ് തന്നെയാണ് ഇതിന്. അതുകൊണ്ടാണ് കൊയാക്സിയൽ സിലിണ്ടർ എന്ന് വിളിക്കുന്നത്. അവിടെയും ഫീൽഡ് ലൈൻ പെർപെൻഡിക്കുലറായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അതാണ് ഒരു ലൈൻ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി ഒരു യൂണിഫോം ഫീൽഡിൽ എങ്ങനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാം? എപ്പോഴും ഒരു യൂണിഫോം ഫീൽഡ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, യൂണിഫോം ഫീൽഡിൻ്റെ പ്രത്യേകത ഒരിക്കലും അത് ക്ലോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്ത് പോകുന്ന ഫീൽഡല്ല. ഇതെപ്പോഴും ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് ഈ ഫീൽഡുകൾ. അതുകൊണ്ടാണിത് യൂണിഫോം ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ യൂണിഫോം ഫീൽഡിൽ എങ്ങനെ വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻസ് ആയിരിക്കും. ഓക്കെ, പാരലൽ പ്ലെയിൻസ് ആയിരിക്കും എപ്പോഴും യൂണിഫോം ഫീൽഡിൽ നമ്മൾ വരയ്ക്കുമ്പോൾ. ദീസ് ആർ ഓൾ പാരലൽ പ്ലെയിൻസ്. ഈ പാരലൽ പ്ലെയിൻസിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ പാരലൽ പ്ലെയിൻസിൽ എപ്പോഴും ഫീൽഡ് ലൈൻ 90 ഡിഗ്രിയിലായിരിക്കും ചെന്ന് മുട്ടുന്നത്. നോക്കൂ, 90 ഡിഗ്രിയിൽ തന്നെ ആയിരിക്കും ഫീൽഡ് ലൈൻസ് ഇതിൽ ചെന്ന് മുട്ടുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും.
നോക്കൂ, ഇത് 90 ഡിഗ്രി ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇതൊരു പാരലൽ പ്ലെയിൻ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഏത് ഫീൽഡ് ലൈനും 90 ഡിഗ്രിയിലായിരിക്കണം. അതാണ് ഒരു യൂണിഫോം ഫീൽഡിലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണോ അത് തന്നെയാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ. സോ ദീസ് ആർ ഓൾ പാരലൽ പ്ലെയിൻസ്. പാരലൽ പ്ലെയിൻസ്. ഇനി നമുക്ക് ഡൈവർജിങ് ആയിട്ടുള്ള ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നോക്കാം. വെരി സിമ്പിൾ. നോക്കൂ, അതിന് ഫീൽഡ് ലൈൻ ഡൈവർജിങ് ആയിട്ട് നമ്മൾ വരച്ചാൽ മതി. ഇതൊരു ഡൈവർജിങ് ആയിട്ടുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. പക്ഷേ 90 ഡിഗ്രി എപ്പോഴും മേക്ക് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കൺവെർജിങ് ആയിട്ടുള്ള ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാം. എങ്ങനെയാണ് കൺവെർജിങ് ആയിട്ടുള്ള വരയ്ക്കുന്ന? ഇതാണ് കൺവെർജിങ് ആയിട്ടുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നോക്കൂ, ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഇതിങ്ങനെ കുറഞ്ഞിങ്ങനെ വരണം. ഇത് കൺവെർജിങ് ആയിട്ടുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇത് ഡൈവർജിങ് ആയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഒരു ഇലക്ട്രിക് ഡൈപോൾ മൂലമുണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ വരയ്ക്കാം, അതിൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണ്, അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇതൊരു ഇലക്ട്രിക് ഡൈപോളാണ്. നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഒരു പർട്ടിക്കുലർ അകലത്തിൽ, ഷോർട്ട് ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ ഇരിക്കും, അതാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് നോക്കൂ, ഫീൽഡ് ലൈൻസ് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ആരോ മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലോസ് ആണ് അല്ലേ, ഫീൽഡ് ലൈൻസ് ഇവിടെ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. അതായത് ഇത് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു അകലമാണ് ഇതെന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും, ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഏറ്റവും അടുത്ത ഒരു സ്ഥലമാണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഇത് തമ്മിലുള്ള ഈ പാത്ത്. അപ്പോൾ എപ്പോഴും അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫീൽഡ് ലൈൻസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, അവിടെ കൂടുതൽ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ നമുക്ക് അറിയാവുന്ന റിലേഷൻ നമുക്കറിയാം, ഡി വി ഈസ് ഈക്വൽ ടു ഇ ഡി ആർ അല്ലെങ്കിൽ മൈനസ് ഇ ഡി ആർ അല്ലേ. ഡി വി ഈസ് ഈക്വൽ ടു, ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഈസ് കാൾഡ് ഇൻറ്റൻസിറ്റി. അതിൽ നിന്ന് ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡി ആർ കിട്ടുന്നു. ഫോർ എ പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ, ഒരു പ്രത്യേക പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ ഡിസ്റ്റൻസ് കുറവായിരിക്കും. തിരിച്ചു പറഞ്ഞാൽ ഡിസ്റ്റൻസ് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഈ ചാർജിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പോയിൻ്റ് എടുക്കുന്നു അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് കുറച്ചാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇൻറ്റൻസിറ്റി കൂടുതലാണ്. ഇത് അതുകൊണ്ടാണ് ക്ലോസ്ഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ പോയിൻ്റ് വെച്ചുകൊണ്ട് ഞാനൊരു സർഫസ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സർഫസ് ലഭിക്കുന്നു. ഇവിടെ ഇൻറ്റൻസിറ്റി കുറവാണ്, കാരണം ഫീൽഡ് ലൈൻസ് ഇങ്ങനെ അകന്നാണ് നിൽക്കുന്നത്. അപ്പോൾ കുറവായതുകൊണ്ട് തന്നെ എപ്പോഴും ഡിസ്റ്റൻസ് ഇവിടെ കൂടുതൽ വരയ്ക്കും. ഡിസ്റ്റൻസ് ഇത്രയും വരച്ചിട്ടുണ്ട്, കാരണം ഇവിടെ ഇൻറ്റൻസിറ്റി കുറവാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുതലായിട്ട് വരയ്ക്കും. അപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് അടുത്ത് ഞാൻ വരച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തൊട്ടടുത്തൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. നോക്കൂ, കണ്ടോ, ഇങ്ങനെ വരയ്ക്കണം. ഇതടുത്ത്, ഇതിനിടയിൽ എപ്പോഴും നമ്മൾ അടുപ്പിച്ച് വരയ്ക്കണം. ഇതിനിടയിൽ അടുപ്പിച്ച് വരയ്ക്കണം. അങ്ങ് പുറത്ത് ചാടിക്കഴിയുമ്പോൾ കുറച്ച് അകത്തി വരയ്ക്കണം. നോക്കൂ, ഇങ്ങനെ വരയ്ക്കണം. സിമിലർലി ഇവിടെയും അങ്ങനെ തന്നെ വരയ്ക്കാം. അകത്ത് അടുപ്പിച്ച് വരച്ചതിന് ശേഷം പുറത്ത് നമ്മൾ അങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, സോ ഇതാണൊരു ഡൈപോൾ മൂലമുണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ അടുത്തടുത്ത് വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം. വാട്ട് അബൌട്ട് ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദിസ് ഡൈപോൾ? സപ്പോസ് ഇവിടെ എത്ര വരും എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, അറ്റ് ദി സെൻറ്റർ ഓഫ് എ ഡൈപോൾ ദി പൊട്ടൻഷ്യൽ ഈസ് ആക്ച്വലി 0. ഇവിടെ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോയിൻ്റ് എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഏത് ഇക്വറ്റോറിയൽ ലൈനിൽ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും, ഈ ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിൻ്റുകളിലെല്ലാം ഇവിടുത്തെ അതേ പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും. V = 0 ആയിരിക്കും എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ശരിക്കും ഈ ഒരു ലൈനും
ഒരു ഇക്വിപൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. കാരണം പക്ഷേ അതിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അറ്റ് ദി സെൻറ്റർ ഓഫ് എ ഡൈപോൾ, ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ, ദി പൊട്ടൻഷ്യൽ ഈസ് 0 ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. കാരണം വി ഈസ് ആൾവേസ് 0, സെയിം ആണ് വി ആ പോയിന്റുകളിലെല്ലാം. അപ്പോൾ ഇത് ഒരു ഡൈപോൾ മൂലമുണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെ നിങ്ങൾ വരയ്ക്കണം. ഇനി നോക്കൂ, 2 പോസിറ്റീവ് ചാർജുകൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാം? അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പോസിറ്റീവ് ചാർജുകൾ എപ്പോഴും റിപ്പൽ ചെയ്യുന്നതാണ്. അപ്പോൾ റിപ്പൽ ചെയ്യുമ്പോൾ ഒരിക്കലും ഇതേപോലെ അല്ല വരയ്ക്കേണ്ടത്, ഇതെപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ റിപ്പൽ ചെയ്യുമ്പോൾ അതേപോലെ ഒരിക്കലും വരയ്ക്കാൻ പാടില്ല. ഇതിൻ്റെ രണ്ടും കൂടെ ഒരു സിസ്റ്റമായിട്ട് എടുക്കുമ്പോൾ, 2 ചാർജും കൂടെ ഒരു സിസ്റ്റമായിട്ട് എടുക്കുക. സിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇപ്പോൾ ഈ പോയിന്റിലെടുക്കുന്നു, അതേപോലെ ഈ പോയിന്റിലെടുക്കുന്നു. അങ്ങനെ ഏത് പോയിന്റുകളിൽ എടുത്തു കഴിഞ്ഞാൽ 2 മൂലമുണ്ടാകുന്ന ഈ 2 ചാർജും കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു സർഫസ് ആദ്യം നമ്മൾ വരയ്ക്കണം. അതൊരു സ്ഫെറിക്കലായിട്ടുള്ള ഒരു സർഫസായിട്ട് ഇങ്ങനെ കിട്ടുന്നത്. ഇനിയും നമുക്ക് വരയ്ക്കാം ഈക്വലായിട്ടുള്ള ഇതായിട്ട് ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കാം, പിന്നെയും വരയ്ക്കാം. നോക്കൂ, അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് വരുംതോറും ഇതിൻ്റെ സർഫസിൻ്റെ, കാരണം ഇവിടെ റിപ്പൽഷൻ ആയതുകൊണ്ട് ഇതിനിടയിൽ റിപ്പൽഷനാണ്. അപ്പോൾ ഇതിനിടയിൽ റിപ്പൽഷൻ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അടുത്തോട്ട് വരുംതോറും ശരിക്കും ഈ സർഫസ് ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ഇനി ഓരോ ചാർജ് മൂലമുണ്ടാകുന്നത് വരയ്ക്കാനായിട്ട് ഇതൊരു പോയിൻ്റ് ചാർജായിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരു സ്ഫിയർ ആയിരിക്കും ഓരോ ചാർജ് മൂലമുണ്ടാകുന്നത്. നമുക്ക് ഇത് കോൺസെൻട്രിക് ആയിട്ടുള്ള സ്ഫിയറുകളായി. അപ്പോൾ ഇതാണ് 2 സെയിം ചാർജുകൾ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നിങ്ങൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് വരയ്ക്കുന്ന ഈ ഷേപ്പ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ ഷേപ്പ് മാത്രമായിരിക്കും എക്സാമിനേഷന് ചോദിക്കുന്നത്, നമ്മൾ ചാർജ് അവിടെ പ്ലേസ് ചെയ്യേണ്ടതായിട്ട്. ഏത് രീതിയിലാണ് ചോദ്യം വരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ദീസ് ആർ ഓൾ അബൌട്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.